എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ അത് വുഡൻ ഫ്രെയിമാണ്, അതുപോലെ തന്നെ ഉള്ളിൽ ഗ്ലാസ് ആണുള്ളത്. ഇത് അത്യാവശ്യം എന്താ നോക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൻ്റെ ഇത്രയും വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സംഭവം ആണി അടിക്കാതെയാണ് ഞാൻ ഇവിടെ വാളിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും, ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പം 2 സൈഡ് സ്റ്റിക്കറിനേക്കാളും കുറച്ചും കൂടി ബലത്തിൽ ഇതുപോലുള്ള വോൾ ഡെക്കേഴ്സ് ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു മലയാളികളുടെ നല്ല ഒരുവിധം വീട്ടിലുള്ള എല്ലാവരുടെയും ഈ എന്താ പറയുക വീട്ടിലെ ഈ വോൾ ഡെക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അലങ്കാര വസ്തുക്കളിലൊക്കെ പ്രിയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സാധനം വോളിൽ മറ്റോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് ഇവിടെ നിന്ന് മാറ്റി അവിടെ വെച്ചാലും എന്നൊക്കെ നമുക്കിങ്ങനെ ആലോചന വരാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ ആലോചിക്കും അവിടെ ഓൾറെഡി ആണി അടിച്ചു, ഇനി അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെക്കണമെങ്കിൽ അവിടെ ആണി അടിക്കണം, അപ്പോൾ വോളിന് അത് മോശമല്ലേ, മോശമല്ല ഡാമേജ് ഉണ്ടാക്കില്ല എന്നൊക്കെ ചിന്തിച്ചതുകൊണ്ട് മാത്രം അത് മാറ്റാണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടെനൻ്റാണ്, റെൻറ്റ് ചെയ്യാണ് ഹൗസ്, അപ്പോൾ അവിടെ വോൾസിൽ നെയിലൊന്നും ചെയ്യരുത്, ആണിയൊന്നും അടിക്കരുതെന്ന് പ്രത്യേകം ലാൻഡ് ലോഡ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ഫോട്ടോസ് ഒന്നും വോളിൽ തൂക്കണില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ഈ ഒരു സംഭവമാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 2 സൈഡ് സ്റ്റിക്കറിനേക്കാളും എന്താ പറയുക കുറച്ചും കൂടി വെയിറ്റും കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് ഞാൻ വെച്ചേക്കുന്നത് ആ ഒരു സെറ്റപ്പിലാണ്. അതിൻ്റെ ഒരു സൈഡ് സ്റ്റിക്കർ പോലെയാണ്. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏത് ബ്രാൻഡിലാണ് അവൈലബിൾ എന്ന് എനിക്കറിയില്ല. ഇത് കമാൻഡ് ബ്രാൻഡ് എന്നാണ് അതിൽ പറയുന്നത്. ഡാമേജ് ഫ്രീ ഹാങ്ങിങ് എന്നാണെന്ന് പറയാം. ഹോൾഡ് സ്ട്രോങ്ലി, റിമൂവ്സ് ക്ലീൻലി. ഓക്കെ, അപ്പം ഇതാണ് സംഭവം, കണ്ടില്ലേ. അപ്പം എന്താ പറയുക മാക്സിമം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ സംഭവം വരുന്നത്, ഇതെങ്ങനെയാണ് ഞാൻ വോളിൽ ഫിക്സ് ചെയ്തേക്കുന്നത് കാണിക്കാം. ഇത് ഇങ്ങനെ എടുത്താൽ മതി, കണ്ടോ. ഞാൻ ഇത്രയും വന്നൊരു കുഞ്ഞൊരു സ്ട്രിപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു ഫ്രെയിം നമുക്ക് ഇവിടെ ഞാൻ അതേപോലെ തന്നെ ഒരു സ്ട്രിപ്പ് ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, സംഭവം വോളിൽ ഹാങ് ആയിക്കോളും. ഇത് അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യണം, നമുക്ക് ഊരിയെടുക്കാനും അതുപോലെ തന്നെ എളുപ്പമാണ്. ഓക്കെ, സംഭവം കഴിഞ്ഞു ഗായ്സ്, ഇത്രയേ ഉള്ളൂ.